إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മെല്ലാം യഥാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അൽ ബസീറായ, നമ്മുടെ ജീവിതത്തിലെ എല്ലാം അറിയുന്ന അൽ അലീമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോ നിയമനിർദ്ദേശങ്ങളോ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. തഖ്വയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് പുറത്തുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ ഒരു പ്രകൃതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. വഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. തീർച്ചയായും നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ലഅമ്മാറത്തുൻ ബിസ്സൂ, പാപങ്ങളിലേക്ക് എപ്പോഴും ഒരു ചാഞ്ചാട്ടമുള്ള രീതിയിലുള്ളതാണ് എന്നതാണ്. നമ്മൾ ആലോചിക്കുന്ന സംഗതി, നമ്മുടെയൊക്കെ മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പിൻ്റെ ആ നാളിൽ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തിലെ ഏട്, നമ്മുടെ കിതാബ് കയ്യിലേക്ക് തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാ നന്മകളും എല്ലാ തിന്മകളും അള്ളാഹു അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ നന്മയും ആ തിന്മയും തട്ടിച്ചു നോക്കുമ്പോൾ ചിലർക്ക് സ്വർഗവും ചിലർക്ക് നരകവും അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുമ്പോൾ, പാപമേറെ ചെയ്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് ചാൻസ്, ഒരു അവസാനത്തെ അവസരം അള്ളാഹു നമുക്ക് തരികയാണ് എങ്കിൽ ആ അവസരം ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ തിന്മകൾ അധികരിച്ച ആ ഒരു സമയത്താണ് നിൽക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ ചെയ്യാനുള്ള അവസരം നമുക്ക് തന്നു എങ്കിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഖബറിന്റെ അടിയിലൂടെ പോകുമ്പോൾ ഈ ഖബറിലുള്ള ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ നിസാരമായി കളയുന്ന പല നന്മകളും അയാൾക്ക് അതാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. ഈ ദുനിയാവ് നിങ്ങൾ കൊതിക്കുന്നു, ഈ ദുനിയാവിനേക്കാളെല്ലാം ഖബറിലുള്ള ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമായിരിക്കും ഒരു പക്ഷേ അവന് ഏറ്റവും ആവശ്യമുണ്ടായിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് കൈവന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ നന്മകൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കും, നമുക്ക് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അതിന് കഴിയും. നമ്മൾ ആലോചിക്കും, മരണത്തിന് ശേഷം നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ ഒരു പുതിയ നന്മ നമ്മുടെ ഏടിലേക്ക് രേഖപ്പെടുത്താൻ നമുക്ക് കഴിയും? ബിഇദ്നില്ല, നമുക്ക് കഴിയില്ല. അപ്പം ബുദ്ധിമാന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത്, ആ അവസരം അള്ളാഹു ദുനിയാവിലാണ് നമുക്ക് തന്നത് എങ്കിൽ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. മരണം ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? നമ്മളൊക്കെ മരിച്ചു പോകും, ഒരു സംശയമില്ലല്ലോ. ഒരു ആഘോഷത്തിനിടയിൽ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നതിനിടയിൽ ഒരു മനുഷ്യൻ, മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ, അള്ളാഹു പുറത്തു കൊടുക്കാമി, അദ്ദേഹം കൊഴിഞ്ഞു വീണ് മരിച്ചില്ലേ? ആ ഡാൻസ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം എങ്ങാനും എൻ്റെ മരണം ഇപ്പോഴാണ്, ഒരു 5 നിമിഷത്തിനുള്ളിലാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സദസ്സിലേക്ക്, വേദിയിലേക്ക് അയാൾ പോയിട്ടുണ്ടാവുകയില്ല.
മറിച്ച് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ അള്ളാഹുവിനോട് തൗബ തേടാനുള്ള പരിശ്രമമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുക. പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു എന്ന്. ഞാൻ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്, മറിച്ച് നമുക്കതിൽ ചില പാഠങ്ങളുണ്ട്. നമ്മളോട് പറയാതെ കടന്നു വരുന്ന സുനിശ്ചിതമായ ആ മരണം നമ്മളിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. 2 തരത്തിലുള്ള മരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിലൂടെ നമ്മളോട് പറഞ്ഞു തന്നു. മരണത്തിന്റെ സമയത്ത് തന്നെ ചില ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ പറയുന്ന അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല, വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗം നിങ്ങൾക്കുണ്ട് എന്നതിൽ സന്തോഷിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പരിചയപ്പെടുത്തുന്ന നല്ല മരണത്തിന്റെ ഒരു ഭാഗത്തുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണം നമുക്ക് നൽകട്ടെ, ആമീൻ. രണ്ടാമതൊരു മരണം ഉണ്ടല്ലോ, ചീത്ത മരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അതും നമുക്ക് പരിചയപ്പെടുത്തി, ഒരു പാഠമായി അതിൽ ഉൾപ്പെടാതിരിക്കാൻ. ഖാല റബ്ബിർജിഊൻ ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. വേറെ ചില ആളുകളുണ്ട്, അവരുടെ മൗത്തിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് അവിടേക്ക് എത്തുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് പറയുന്നത് റബ്ബി, എന്റെ പടച്ചോനെ, ഇർജിഊൻ, എന്നൊന്ന് മടക്കി തറബേ, ഒരു ലാസ്റ്റ് ചാൻസ് പടച്ചോനെ ഒന്ന് തരണം എന്നുള്ളതാണ്. എന്തിനാണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ചെയ്യാൻ ഒരുപാട് നന്മകൾ വിട്ടുപോയിട്ടുണ്ട്, പടച്ചോനെ ഒരു തൗബ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തരണം എന്ന് അള്ളാഹുവിനോട് കെഞ്ചി ചോദിക്കുമ്പോൾ അവിടെ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ഒരു മരണം ആണ് നമുക്കുള്ളത് എങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, നന്മയും തിന്മയും തൂക്കി നോക്കി നന്മകൾ അധികമാണ് എങ്കിൽ സ്വർഗത്തിലേക്കും, തിന്മകളാണ് അധികമെങ്കിൽ നരകത്തിലേക്കും നമ്മുടെ വിധി തീരുമാനിക്കപ്പെടുന്ന ആ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞെന്താ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. അന്നത്തെ ദിവസം തന്റെ ഏടിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു തരിമ്പ് നന്മയാണ് അവൻ ചെയ്തത് എങ്കിലും അത് അവന്റെ ഏടിൽ അവന് കാണാൻ കഴിയും. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ടാ? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറിയ ആ ഒരു പിഴവ് പോലും, ആ ഒരു തെറ്റ് പോലും, ഷെറ് പോലും അതിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മരണപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ നന്മയുടെ ഭാഗമാണോ അല്ലെങ്കിൽ നമ്മുടെ തിന്മയുടെ ഭാഗമാണോ അധികം ഉണ്ടാവുക? ഒരുപക്ഷെ നമ്മളിൽ അധികം ആളുകൾക്കും പറയാനുണ്ടാവുക പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കില്ല. അല്ലാഹു കാക്കട്ടെ, ആമീൻ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു അവസരമായി കാണാൻ കഴിയണം എന്നുള്ളതാണ്. എന്തിനുള്ള അവസരമാണ് സുഹൃത്തുക്കളെ? ചെയ്തു വരുന്ന ആ തിന്മകൾ വീണ്ടും വീണ്ടും പൂർവാതീതം ശക്തിയോടുകൂടി ആ തിന്മകളിൽ മുഴുകി നമ്മുടെ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ള ഒരു അവസരമാണോ? ഒരിക്കലുമല്ല. മറിച്ച് നമ്മൾ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാനുള്ള ഒരു അവസരം, നമ്മുടെ മൗത്തിന് മുമ്പ് നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം. ആ അവസരമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയണം. പരമാവധി നന്മകളിലേക്ക് മുന്നേറാനും നന്മകളിൽ മുഴുകി അങ്ങനെയുള്ള ഒരു മരണം കൈവരിക്കുന്ന ആളുകളിലും നമുക്ക് ഉൾപ്പെടാനുള്ള ഒരു അവസരമായി ഇതിനെ കാണണം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മുടെ കണ്ടനാടിയേക്കാളും നമ്മിലേക്ക് അടുത്ത് നിൽക്കുന്ന, നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അൽ വദൂദായ ആ റബ്ബിലേക്ക് ഒന്ന് തിരിച്ചു മടങ്ങാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള ഒരു അവസരമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയണം. സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കുകയും, നമ്മുടെ കണ്ണുകൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. നമ്മുടെ കാതുകൾക്ക് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മളിപ്പോഴും ഈ ശബ്ദം ഇങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. നമ്മുടെ ഹൃദയം ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ പൾസിലൂടെ ഇപ്പോഴും രക്തം അവിടെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മരണം, അജല് നമ്മളിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഇതെല്ലാം നിലക്കുന്ന ആ സമയമില്ല, അതിനല്ലേ നമ്മൾ മരണം എന്ന് പറയുക. കണ്ണ് കാണാൻ കഴിയില്ല, ചെവി കേൾക്കാൻ കഴിയില്ല, ഹൃദയത്തിന് നമുക്ക് മിടിപ്പുണ്ടാവുകയില്ല, നമ്മുടെ കൈയിൻ്റെ ഈ പൾസ് നോക്കുന്ന സമയത്ത് അതിൽ രക്തയോട്ടം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതല്ലേ നമ്മുടെ മരണം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് ആ ഒരു സമയം, അല്ലാഹു വെച്ച ഈ ദുനിയാവിലെ നമ്മുടെ സമയം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ സമയം വരും, ഇതെല്ലാം നമുക്ക് നഷ്ടമാകുന്ന ഒരു സമയം വരും. അതിനു മുമ്പുള്ള ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ സുമറിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് നമ്മളോട് പറയാൻ വേണ്ടി ഒരു വിഷയം പറയുന്നുണ്ട്. ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് പാപങ്ങൾ ചെയ്തു പോയ, തെറ്റുകൾ ചെയ്തു പോയ, തെറ്റുകളിൽ മുഴുകി ജീവിച്ച എൻ്റെ അടിമകളോട് താങ്കൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറയേണ്ടത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. എന്താ പറയുന്നുണ്ടാ? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കാൻ കഴിവുള്ളവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു തന്നെയാണ്
വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ സഹോദരങ്ങൾ ആലോചിക്കും, എത്ര തെറ്റ് ചെയ്ത മനുഷ്യരാണ് നമ്മളെങ്കിലും അള്ളാഹുവിന് നമ്മളോടുള്ള സമീപനം നമ്മളൊന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കേണ്ട, എനിക്കൊന്നും നല്ല മരണം കിട്ടില്ല, അതൊക്കെ ഇവർക്കേ കിട്ടുള്ളൂ, അതൊക്കെ ഓനെ കിട്ടുള്ളൂ, ഇവൾക്കേ കിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര പാപങ്ങൾ മുറുകി ജീവിച്ചാൽ ഇന്ന് പോലും ഈ പള്ളിയിലേക്ക് വരുന്ന സമയത്തിന്റെ തൊട്ട് മുമ്പ് പോലും വീട്ടിൽ നിന്ന് ഒരു ഹറാമ് ചെയ്തിട്ടല്ലേ ഞാൻ വന്നത്, എനിക്കൊക്കെ പടച്ചോ പുറത്തു തരുമോ, എനിക്കൊക്കെ സ്വർഗം കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആ തേട്ടം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ അള്ളാഹ് നമ്മളെ വിളിക്കാണ് യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിമകളെ എന്നുള്ളത്. ആലോചിക്കും, എന്റെ അടിമകളെ. നമ്മുടെ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ ഒന്നാമത്തെ മകൻ അല്ലെങ്കിൽ മകൾ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും, അവരോട് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇഷ്ടം കൂടുതലുണ്ടാകും. എന്നാൽ രണ്ടാമത്തെ കുറച്ച് കുറ്റം കെട്ടതാണ്, നമ്മൾ പറയുന്ന ഒരു ലെവലേശം കേൾക്കൂല എങ്കിൽ ആ കുട്ടിയോട് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ദേഷ്യമോ ഒരു വെറുപ്പോ ഉണ്ടാകും, അല്ലെ? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ ചെയ്ത നമ്മളെ അള്ളാഹ് വിളിക്കുകയാണ് യാ ഇബാദി, എന്റെ അടിമകളെ എന്നുള്ളതാണ്. വിഷയം വളരെ വ്യക്തമാണ്. നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങാൻ സന്നദ്ധമാണോ? അള്ളാഹ് പുറത്തു തരാൻ സന്നദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കഥാരൂപത്തിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പരിചയപ്പെടുത്താണ്, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടകപ്പുറത്താണ് തന്റെ യാത്ര. ആ ഒട്ടകപ്പുറത്താണ് യാത്രാപാതയമായിട്ടുള്ള വസ്ത്രവും ഭക്ഷണവും വെള്ളവും എല്ലാം ഉള്ളത്. അങ്ങനെ ഒരല്പം ക്ഷീണം തോന്നിയ സമയത്ത് ആ മരച്ചുവട്ടിലേക്ക് അദ്ദേഹം ഒന്ന് കിടക്കാൻ ശ്രമിച്ചു. അങ്ങനെ ക്ഷീണത്താൽ അദ്ദേഹത്തോട് ഉറങ്ങിപ്പോയി. ആ ഉറക്കം ഉണരുന്ന സമയത്ത് അദ്ദേഹം കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ യാത്രാപാതയങ്ങളെല്ലാം നിറച്ചിട്ടുള്ള ആ ഒട്ടകത്തെ കാണുന്നില്ല. വളരെ ബേജാറോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അവസാനം നോക്കി എനിക്ക് കിട്ടില്ല എന്ന ഒരു നിരാശയോടുകൂടി അല്പം ക്ഷീണത്തോടുകൂടി വീണ്ടും ആ മരത്തണലിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു പ്രതീക്ഷയുമില്ലാത്ത ആ സമയത്ത് തൻ്റെ ആ ഒട്ടകം, ഏതൊട്ടകത്തെയാണോ തിരഞ്ഞു നടന്നത് അതേ ഒട്ടകം തന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കാണുമ്പോണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ ആ മനുഷ്യൻ പറയുന്നു, പടച്ചോനെ, ഞാൻ ഇന്റെ പടച്ചോനും നീ എന്റെ അടിമയാണ്. അത് സന്തോഷം കൊണ്ട് മതിമറന്ന് ആ മനുഷ്യൻ അങ്ങനെ വരെ പ്രതികരിക്കുന്നുണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താണ്, ഇതിനേക്കാളും സന്തോഷം ഉണ്ടാകും നമ്മളിൽ ഒരാൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അള്ളാഹ്ക്ക് സന്തോഷം ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഖുർആന്റെ പദപ്രയോഗം വരെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ പാവങ്ങളും അള്ളാഹു പൊറുക്കാൻ കഴിവുള്ളവനാണ്, സന്നദ്ധനാണ്. നമ്മൾ സന്നദ്ധമാണോ? ഞാനും നിങ്ങൾ ചെയ്തു പോയ എന്തൊക്കെ തെറ്റുകളുണ്ട്. നാട്ടുകാരോട് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ എല്ലാവിധ സ്റ്റാറ്റസും നശിച്ചു പോകുന്ന പല തിന്മകളും നമ്മൾ ചെയ്തിട്ടില്ലേ? അള്ളാഹു പുറത്തു തരട്ടെ. നിങ്ങൾ ആലോചിക്കും, ആ തെറ്റുകളെല്ലാം പടച്ചും പുറത്തു തരും. നമ്മൾ ഒരുക്കമാണോ പാപം മോചനം ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ ഒരുക്കമാണോ? അവിടെയാണ് വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചതല്ലേ ഈ വിഷയം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്, പാപരഹിതനാണ്, പാപമുക്തനാണ്. റസൂൽ പാപം ചെയ്യൂല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 100 തവണ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ, പാപമോചനം എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കാനുള്ളത്. ഒരു പാപവും ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 100 തവണ അള്ളാഹുവിലേക്ക് പാപമോചനം തേടിയിരുന്നു എങ്കിൽ ഞാനും നിങ്ങളും ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പടച്ചോന്റെ റഹ്മത്ത്? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആദ്യം ചൊല്ലാറുള്ളൊരു കാര്യമുണ്ടല്ലോ, ബിസ്മില്ലാഹി അർ റഹ്മാനി അർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ അർത്ഥം പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും റഹ്മത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ 100 വിഭജിച്ചാൽ അതിലെ ഒരു അംശം മാത്രമാണ് അള്ളാഹു ഈ ദുനിയാവിലേക്ക് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താണ്, ഈ ഭൂമിയിൽ പരസ്പരം മനുഷ്യരും ജന്തുക്കളും ജീവജാലങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന മുഴുവൻ റഹ്മത്തും ആ ഒരൊറ്റ കണികയിൽ നിന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താണ്, ബാക്കി 99% ആ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്ത് നാളെ ഖിയാമത്ത് നാളിലേക്കും ബാക്കി വെച്ചിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ആ കാരുണ്യം പിടിച്ചു പറ്റാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതിലേക്കൊക്കെ നമുക്ക് മുന്നേറാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അൽ ഖലീൽ, റസൂലുള്ളാഹി ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഖാല വമൻ യഖനതു മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ല ദ്ദാല്ലൂൻ എന്നാണ്. ആരാണ് പടച്ചോന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ ബാധിക്കാൻ? വഴിപേച്ചോലല്ലാതെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ കൃത്യമായിട്ട് പറയാണ്. യാക്കൂബ് നബി പറയുന്ന ഒരു വിഷയം കൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വമൻ യഖനതു മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ല ദ്ദാല്ലൂൻ ഇല്ല ഇന്നഹു ലാ യഖസു മിൻ റൗഹില്ലാഹ് ഇല്ല അൽ ഖൗമുൽ കാഫിറൂൻ എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിൽ നിന്നുള്ള
ആശ്വാസത്തെക്കുറിച്ച് കാഫിരീങ്ങളല്ലാതെ നിരാശപ്പെടുകയില്ല എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം വളരെ കൃത്യമായിട്ട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരു ഖുദീസിയായ ഹദീസിലൂടെ പറഞ്ഞിരുന്നുണ്ട്, അന ഇൻദ ദന്നി അബ്ദി ബി, അന ഇൻദ ദന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ അള്ളാഹു പുറത്തു തരും, എൻ്റെ മുഴുവൻ പാപങ്ങളും പടച്ചോൻ പൊറുക്കാൻ കഴിവുള്ളവനാണ്, അത് പടച്ചോൻ പുറത്തു തരും എന്ന ഒരു നീയത്താണോ പടച്ചോനോട് നമുക്കുള്ളത്, എന്ന ഒരു ദിശയാണോ നമുക്കുള്ളത്, പടച്ചോൻ നമുക്ക് പുറത്തു തരും എന്നുള്ളതല്ല. അപ്പം ആ ഒരു മനസ്സ് സഹോദരങ്ങളെ നമുക്കും കൂടി ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് വളരെ വിശാലമാണ്, റഹ്മത്ത് എന്ന് പറയുന്നതും അതിവിശാലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വഹാബികളോട് പറയുന്നുണ്ട്, സ്വഹാബ, ഒരാൾക്കും അള്ളാഹിന്റെ റഹ്മത്തില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ താങ്കളും അതേപോലെ തന്നെയാണോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് പടച്ചോൻ എന്നെ മൂടിയാലല്ലാതെ ഞാനും സ്വർഗത്ത് പോകൂല എന്നുള്ള. അപ്പൊ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്ത് പോകൂല എന്നുള്ളതാണ്? അല്ല, നഊദുബില്ലാ, ഒരിക്കലും. മറിച്ച് എല്ലാവർക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടെങ്കിലേ സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത്. അപ്പൊ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് പാപം പൊറുക്കലാണ്, റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം. റഹ്മത്തില്ലാതെ ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട സംഗതി, ഇതിലേക്ക് നമുക്കെത്താൻ ഈ കാരുണ്യവും ഈ മഗ്ഫിറത്തൊക്കെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? സൂറത്ത് ആലി ഇംറാനിലെ 133 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. എന്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറണം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിലേക്കാണോ, നമ്മുടെ ദേഹേച്ഛയിലേക്കാണോ, അല്ലെങ്കിൽ ദുനിയാവിന്റെ പിന്നിലേക്കാണോ നമ്മൾ ധൃതിപ്പെട്ട് മുന്നേറേണ്ടത്? ആണോ? അല്ലാഹ് പറയാണ്, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ പടച്ചോന്റെ, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. എന്താണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത? അർദുഹസ് സമാവാതു വൽ അർദ്, 7 ആകാശങ്ങളും ഭൂമിയും മൊത്തമടങ്ങുന്ന അത്രയും അതിവിശാലമായ സുവിസ്ത വിശാലമായ ആ സ്വർഗത്തിലേക്ക് നിങ്ങളും ധൃതിപ്പെട്ട് മുന്നേറണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ആർക്ക് വേണ്ടിയാണ് ആ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ തഖ്വ ഉള്ള ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരന്മാരെ, റഹ്മാനും റഹീമുമായ അള്ളാഹിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് പഠിച്ചോൻ ഒരു രണ്ടാമതൊരു അവസരം തരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നന്നാകാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സ്വഹാബികൾ ഉപയോഗപ്പെടുത്തിയതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഒരുപാട് കേട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ആവർത്തിക്കപ്പെടേണ്ടതില്ല, അത്രയും നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജാഹിലിയത്ത്, ഇസ്ലാമിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് മഹാമോശം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമറു നബിയ്യ, എനിക്ക് ശേഷം ഒരു പ്രവാചകനുമില്ല, പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് വരെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതുകൊണ്ട് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇഹലോകത്തിന്റെ പളപളപ്പുകളിൽ കണ്ണ് മിന്നിക്കൊണ്ട് എല്ലാവിധ സുഖലോലുപതയിലും ജീവിച്ച് ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു യൂത്ത് ആസ്വദിച്ചു കൊണ്ടിരുന്ന ഒരു സ്വഹാബിയെ കുറിച്ച് നമുക്കറിയാം. മക്കയുടെ പരിമളം എന്നറിയപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ. അദ്ദേഹം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ദിനചര്യ, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ വിഷയം എന്താ, അത്രയും ലക്ഷണം നമ്മളൊക്കെ കേട്ടതാണ്. ആ മുസ്അബ് ഇബ്നു ഉമൈർ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു ഫേസ് ജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തിയോ, അഥവാ ഇസ്ലാമിന് ശേഷമുള്ള ഒരു ജീവിതം, പരലോകത്തേക്കുള്ള ജീവിതം, ഈ പറഞ്ഞ മഗ്ഫിറത്തിലേക്കും റഹ്മത്തിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ ഒരു യാത്ര എങ്ങനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയോ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗ്ഗം എന്ന് പറഞ്ഞില്ലേ. എന്താണ് സുഹൃത്തുക്കളെ തഖ്വ? അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുക, അതാണ് തഖ്വ. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക, അതാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറയുന്നത് ഒരിക്കലും നാവിലൂടെ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഗതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞില്ലേ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. ഇവിടെയാണ് സ്വർഗ്ഗം, ഇവിടെയാണ് തഖ്വ. എന്താണ് തഖ്വ? സൂക്ഷ്മതയാണ്. ഞാൻ ഈ കാര്യം ചെയ്താൽ പടച്ചവന്റെ മുമ്പിൽ ഞാൻ ഇതിന്റെ കണക്ക് അവതരിപ്പിക്കേണ്ടല്ലോ. ഒരു സാമ്പത്തിക ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഇതിലെ ഓരോ പൈസയും പടച്ചവന്റെ മുമ്പിൽ നാളെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടതില്ലേ എന്ന ഒരു ചിന്ത, അതാ തഖ്വ, അതാ സൂക്ഷ്മത. ആരും കണ്ടില്ലെങ്കിലും ഇതെന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന്റെ പേരാണ് സുഹൃത്തുക്കളെ എന്ത് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ധൃതിപ്പെട്ട് മുന്നേറാൻ പറഞ്ഞു അല്ലേ? മഗ്ഫിറത്ത് കിട്ടാൻ നമ്മളോട് ധൃതിപ്പെട്ട് അള്ളാഹുവിലേക്ക് മുന്നേറാൻ പറഞ്ഞു അല്ലേ? അങ്ങനെയുള്ള ചില ആളുകളുടെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതിന്റെ ഭാഗമായി സൂറത്ത് ആലി ഇമ്രാനിലെ തന്നെ 134, 35 ആയത്തുകളിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. 4 പ്രധാനപ്പെട്ട ഗുണഗണങ്ങളാണ് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ 4 ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു രണ്ടാമത്തെ ഫേസിൽ പഠിച്ചോ ഇതൊരു അവസരമായി തന്നല്ലേ നമുക്ക്. അൽഹംദുലില്ലാഹ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഒന്നാമത്തത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സുഖ ദുഃഖ ജീവിതത്തിൽ അഥവാ നമ്മുടെ നല്ലൊരവസരത്തിലും ചീത്തൊരവസരത്തിലും പടച്ചോന്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിക്കും. പലപ്പോഴും ഈ നഫക്കത്തിനെ കുറിച്ച് അഥവാ ഈ ചെലവഴിക്കുന്നതിനെ കുറിച്ച്, സ്വതക്കയെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കാറുള്ളത്? സത്യസന്ധമായി പറഞ്ഞ ഒരു സ്വതക്കയെ കുറിച്ച് ഒരു ഖുതുബയിൽ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം തന്നെ നമ്മൾ നിയത്താക്കുന്നത് അറിയണം. എന്താ തുടങ്ങി പള്ളിയിലെ എന്തെങ്കിലും ഇതിനുള്ള പൈസ വയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു മദ്രസ എന്തെങ്കിലും ഒരു നവീകരണ പ്രവർത്തനത്തിനായിരിക്കും, എന്തെന്നായത് എന്നുള്ളൊരു ചിന്തയാണ്. ഇത് പറയുന്നതിന് വേണ്ടിയിട്ടല്ല, ബേജാറാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയ ഒരു വിഷയം കൂടെ. സറായിൽ നമുക്ക് എന്താ പറയുക മേന്മയുള്ള ആ സമയത്ത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെലവഴിക്കേണ്ടത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു ഉമ്മയും അതേപോലെ തന്നെ ഒരു ചെറിയ കൈക്കുഞ്ഞുമായിട്ട് ഒരു ഉമ്മ വരുന്നുണ്ടല്ലോ. ആകെ ആയിഷ ബീവിയുടെ കയ്യിലുള്ള എന്താണ് ഒരു ചെറിയ കാരക്ക കരണ്ടാക്കി ചെറുതിട്ട് ആ ഉമ്മ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. 3-4 മാസം പട്ടിണി കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച്, മദീനയുടെ രാജാവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഒരുപാട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമുക്ക് ആ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. 1 ഉറുപ്പ്യാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നത് എന്താണ്? അത് നമ്മൾ എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കണം എന്നുള്ളത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ ഒരു വിശേഷണം അതാണ്. രണ്ടാമത്തെ ഒരു വിശേഷണം എന്ന് പറയുന്നത് വൽ കാളിമീനൽ ഗൈദ്, കോപം ഒതുക്കി വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കോപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് വിചാരങ്ങളാൽ സമ്മിശ്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു സങ്കടവും സന്തോഷവും ദേഷ്യവും ഒക്കെ വരുന്നത് പോലെ തന്നെയാണ് കോപത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോപം മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. പക്ഷേ ആ കോപം വരുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഒരാൾ കോപിച്ചു എന്നതുകൊണ്ട് തെറ്റല്ല, മറിച്ച് ആ കോപിക്കുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, നമുക്ക് നിൽക്കുന്ന ഒരു സമയത്താണ് നമുക്ക് കോപിക്കുന്നത് എങ്കിൽ ഇരിക്കാൻ കഴിയണം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ അതിന് ഉൾട്ടേറ്റാണ്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചാടി എഴുന്നേറ്റുകൊണ്ടാണ് എന്ത് ചെയ്യുക, കോപിക്കാറുള്ളതും ഡയലോഗിടാറുള്ളതൊക്കെ. അല്ലാണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പരിചയപ്പെടുത്തിയ പരിഹാരം എന്താണ്? നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ കോപിക്കുന്നത് എങ്കിൽ ഇരിക്കാൻ കഴിയണം, പരിഹാരം. ഇനി ഇരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് വല്ലാതെ വെറുപ്പിടിക്കാൻ, ആ സമയത്ത് ഒന്ന് കിടക്കാൻ കഴിയണം, ഒന്ന് ചാരി കിടക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പരിഹാരം കൂടി കോപത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മളൊക്കെയും ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊന്നും പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നതാണ്. വെറുപ്പങ്ങനെ വരികയാണ്, എന്താ എങ്ങനെ ഒന്നും പറയാൻ കഴിയുന്നില്ല, അതങ്ങ് വരികയാണ്, ഒഴിവാക്കണം എന്ന് വല്ലാത്ത പൂതിയുണ്ടെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി വുളൂ എന്ന് പറയുന്നത് നമ്മുടെ കോപത്തെ ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരു വിഷയമാണുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ കോപത്തെ ഒതുക്കി നാച്ചുറലായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ആ കോപത്തെ ഒതുക്കി നിർത്തിയാൽ അള്ളാഹു എന്താ തരിക? മഗ്ഫിറത്തും അതേപോലെ തന്നെ സ്വർഗ്ഗവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ള മഹനീയമായ ഒരു ഗുണമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വഹ്ശി എന്ന് പറയുന്ന സ്വഹാബി വരുന്ന ഒരു ഘട്ടം നമ്മൾ പരിചയപ്പെടുത്തും. നമ്മളൊന്ന് വായിക്കണം ആ ചരിത്രം. ആരാ വഹ്ശി? നമുക്കറിയാം, ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള സ്വഹാബി. മാത്രമല്ല മുലകുടി ബന്ധത്തിലുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരൻ കൂടിയാണ് ആര്? ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്. ആ ഹംസ റളിയല്ലാഹു ചതിയിലൂടെ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ആര്? ജാഹിലിയത്തിൽ വഹ്ശി എന്ന് പറയുന്നത്. ആ വഹ്ശിക്ക് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുത്തു, മാപ്പ് കൊടുത്തു എങ്കിൽ അത്ര വലിയ തെറ്റ് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പറയും. നമ്മളൊക്കെ എന്തിന്റെ പേരിൽ ഇങ്ങനെ തെറ്റി നടക്കുന്നത്? ഈ അടുത്ത് ഞാൻ ഇവിടുന്ന് കേട്ട ഒരു സംഗതിയാണ്. ഇവിടെയുള്ള 2 സഹോദരങ്ങളും വല്ലാതെ തെറ്റി നിൽക്കാൻ, ഞാൻ ഓലെ മാത്രം ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്. നമ്മളൊക്കെ എങ്ങോട്ടാ പോകുന്നില്ല. അള്ളാഹ് നമുക്കിതൊരു 2ാമത്തെ അവസരമായി തന്നതാണ് എന്ന് ആലോചിക്കും. മരണമുണ്ട് എന്നതെങ്കിലും ഒന്ന് ആലോചിക്കും.
ശരിയാണ്, അയാൾ ചെയ്തത് നിങ്ങളോട് തെറ്റ് തന്നെയായിരിക്കും, പൊറുക്കാൻ പാടില്ലാത്ത തെറ്റ് തന്നെയായിരിക്കും. പക്ഷെ ഒന്ന് പുറത്തു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് അള്ളാഹിന്റെ പാപമോചനവും സ്വർഗവുമാണ് എങ്കിൽ എന്തിനാണ് പിന്നെ ഈ പിടിവാശി എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. സുഹൃത്തുക്കൾ, അതുകൊണ്ട് തന്നെ എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണ് നമ്മളെങ്കിലും പടച്ചോൻ പുറത്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന അതേ മനസ്സുകൊണ്ട് അതേ നാവ് കൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു തരുമല്ലോ, മയ്യത്ത് കാണാൻ പോലും വരരുത് എന്നൊക്കെ പറയുമ്പോൾ, സുഹൃത്തുക്കളെ, നമ്മൾ ആരിൽ നിന്നാണ് കാരുണ്യം പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിൽ നിന്നാണ്. ലാ യർഹം ഇല്ലാ യർഹം. അഥവാ നമ്മൾ കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു നമുക്ക് കാര്യം കാണിക്കില്ല. സിമ്പിളാണ്. ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾക്ക് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആകാശലോകങ്ങളോട് എന്ത് ചെയ്യില്ല, കരുണ കാണിക്കൂല. അതുകൊണ്ട് പിടിവാശി ഒരിക്കലും നല്ലതല്ല, പൈശാചിക ചിന്തയാണ്. ചെയ്തു പോയി എന്നതുകൊണ്ട് തീരണം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല, മറിച്ച് നമുക്കൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സംഗതികൾ. ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിലായിരിക്കും, ചിലപ്പോൾ സുഹൃത്തുക്കൾ തമ്മിലായിരിക്കും, ചിലപ്പോൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തമ്മിലായിരിക്കും, ചിലപ്പോൾ അയൽവാസികൾ തമ്മിലായിരിക്കും, കൂട്ടുകാർ തമ്മിലായിരിക്കും, ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിലായിരിക്കും. അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അവർക്ക് കാരുണ്യം കാണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമതൊരു ഗുണഗണം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലം യുസിറു അലാ മാ ഫഅലു എന്നുള്ളതാണ്. അഥവാ തെറ്റിലേക്ക് ഉറച്ചു നിൽക്കൂല എന്നുള്ളതാണ്. തെറ്റാണ് എന്ന് അറിയുന്ന ഒരു ബോധ്യപ്പെട്ട ഒരു സംഗതിയിൽ നമ്മൾ ഉറച്ചു നിൽക്കരുത്. അതാണ് അവിടെ പറയുന്നത്. തെറ്റ് സ്വാഭാവികമായിട്ടും വീണ്ടും ആ സന്ദർഭം വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പൈശാചിക ചിന്തയാലോ അല്ലെങ്കിൽ നമ്മുടെ ഹവയാലോ ഒരു പക്ഷേ അത് ചെയ്തു പോയേക്കാം. പക്ഷേ തെറ്റിൽ ഉറച്ചു നിൽക്കരുത് എന്നുള്ളതാണ്. എന്താ പറഞ്ഞത്? ഒരു തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം, ചെയ്തു പോയി. പെട്ടെന്ന് ആലോചിക്കുന്നത്, പടച്ചോനെ അള്ളാഹു ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഇതാരറിഞ്ഞില്ലേ? പടച്ചോൻ കണ്ടിട്ടുണ്ടാവൂലേ? എന്താ ചെയ്യാ? അള്ളാഹുവിനോട് ചെയ്തു പോയ ആ പാപങ്ങളെ മുൻനിർത്തി ഇസ്തിഗ്ഫാർ തേടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരവും നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലം യുസിറു അലാ മാ ഫഅലു, ആ തെറ്റിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി അവിടെ സൂചിപ്പിക്കാനുള്ള ആ ആയത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു ഇല്ലാതെ മറ്റാരാ ഉള്ളത്? പടച്ചോൻ ചോദിക്കാം. സുഹൃത്തുക്കളെ, പാപമോചനത്തിന്റെ വിഷയത്തിലും ശിർക്ക് നമ്മൾക്ക് വരുന്നുണ്ട് എങ്കിൽ പടച്ചോൻ ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ്, പടച്ചോനെ നിരക്കാത്ത കാര്യമാണ്. അല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത അതിന്റെ താഴെ വരുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ പടച്ചോൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക്, പടച്ചോൻ ഇഷ്ടമുള്ള ആളുകൾക്ക് പുറത്തോളും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പക്ഷേ ശിർക്കോ, അതിന് തൗബ ചെയ്ത് ആ ശിർക്കിൽ നിന്ന് മുക്തമാകെ തന്നെ വേണം. അല്ലേ? എന്തായി പറയുന്നത് മനസ്സിലായല്ലോ? ഇസ്തിഗ്ഫാർ എന്ന് എന്താ? പാപമോചനം. ആരാ പാപം ചെയ്തത്? നമ്മളാണ്. ആരടുത്ത് നമുക്ക് പാപമോചനം കിട്ടണ്ടേ? പടച്ചോന്റെ അടുത്ത് നിന്ന്. അതിനെന്തിനാ വേറൊരാൾ അതിന്റെ ഇടയിൽ? അള്ളാഹ് ചോദിക്കാനേ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പുറത്തു തരാൻ പടച്ചോനല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? നമ്മൾ കുറച്ച് ആൾക്കാർ പറയണത് അത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് വസീല തേടാം, മൊയ്തീൻ ശൈഖിനോട് മുൻനിർത്തി നമ്മൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടാം. സുഹൃത്തുക്കളെ, ആലോചിക്കേണ്ട ഒരു സംഗതി, ഇത് ശിർക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ചിന്ത നമുക്ക് വേണം. അള്ളാഹ് പഠിപ്പിച്ച, അള്ളാഹ് വെച്ച ആ നിയമ വ്യവസ്ഥയിൽ നിന്നും ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചാഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബീലിലേക്ക് വഴിതെറ്റി പോകുന്നുള്ളതാണ്. ഒരു സംശയ വിഷയത്തിലില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും സ്വഹാബത്തിന്റെ മഫ്ഹൂം അഥവാ സ്വഹാബത്ത് എങ്ങനെയാണോ ഖുർആൻ ഹദീസ് മനസ്സിലാക്കി ആ രൂപത്തിൽ മനസ്സിലാക്കാൻ ചെയ്യാന്നുള്ളതാണ് ദീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്നതോ നിങ്ങൾ പറയുന്നതോ ആരെങ്കിലും കൂടി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്നതിന്റെ പേരല്ല ദീൻ എന്ന് പറയുന്നത്. ഖുർആനിലും ഹദീസിലും മഫ്ഹൂം സ്വഹാബ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എങ്ങനെയാണോ ആ ഖുർആനും ഹദീസും മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 4 കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആദ്യമായി പറഞ്ഞു, നമുക്ക് മഗ്ഫിറത്തും ജന്നത്തും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് നമ്മുടെ സന്തോഷ അവസരത്തിലും നമ്മുടെ സഹതാപ അല്ലെങ്കിൽ സങ്കടമുള്ള അവസരത്തിലൊക്കെ പടച്ചോന്റെ മാർഗ്ഗത്തിൽ, പടച്ചോൻ ഇഷ്ടമുള്ള മാർഗ്ഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് വൽ കാളിമീനൽ ഗൈർ, നമുക്ക് കോപം വരുന്ന സമയത്ത് അതിനെ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നതാണ്. മൂന്നാമത്തത് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തത് ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കരുത് എന്നുള്ളതാണ്. ആ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഖുതുബയിലൂടെയോ ക്ലാസ്സിലൂടെയോ വേറെന്തെങ്കിലും ഒരു ബോധ്യപ്പെട്ട് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാസൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഹിദായത്ത് അല്ലാഹു നമുക്ക് ഏവർക്കും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പ്രത്യേകിച്ച് ഉണർത്തപ്പെട്ട ആ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറും റഹീമും റഹ്മാനുമായ റബ്ബ് അതെല്ലാം പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഗഫൂറായ റബ്ബ് പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു
അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ കടമെല്ലാം ഹലാലായ മാർഗ്ഗത്തിൽ തന്നെ വീട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതയില്ലാതെ ശിർക്കില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, മരണം വരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ റബ്ബന റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ റബ്ബന റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.